ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി 23,382 ക്ലോസ് ചെയ്തപ്പോൾ 178 പോയിൻ്റ് കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 49,981 ക്ലോസ് ചെയ്തപ്പോൾ 178 പോയിൻ്റ് നിഫ്റ്റി ബാങ്കിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,471 1,138 പോയിൻറ്റിൻ്റെ കുറവാണ് വന്നത്. ഓൾമോസ്റ്റ് 2% ഇടിവാണ് വന്നിട്ടുള്ളത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും സിമിലർ 2% കുറവുണ്ടായി. 358 പോയിൻ്റ് കഴിഞ്ഞ് 16,649 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.44 സെൻസെക്സ് ഇന്ന് 548 പോയിൻ്റ് അടിച്ചപ്പോൾ 77,312 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,516 കോടി രൂപയ്ക്ക് DI ബൈ നടത്തിയപ്പോൾ FII ഇന്നും 2,464 കോടിക്ക് സെല്ലാണ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കോട്ടക് ബാങ്ക് 1.74% ഗെയിൻ ഉണ്ടായി. ഭാരതി എയർടെൽ 1.06%, ബ്രിട്ടാനിയ 0.91%, ടാറ്റ കൺസ്യൂമർ 0.57%, HCL ടെക് 0.48%, ടെക്കം 0.42%, വിപ്രോ 0.31%, ശ്രീറാം ഫിനാൻസ് 0.30%, ICICI ബാങ്ക് 0.21% ആൻഡ് TCS 0.11% ഗെയിനാണ് ഉണ്ടായത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ട്രെൻഡ് നല്ലപോലെ വീണ്ടും ഇടിഞ്ഞു. ട്രെൻഡ് 4.48% കുറവുണ്ടായി. ടൈറ്റാൻ 2.91% ഇടിവുണ്ടായി. ബജാജ് ഫിനാൻസ് 2.26%, അദാനി എൻ്റർപ്രൈസ് 2.21%, M&M 2.12%, ഹീറോ മോട്ടോകോപ്പ് 1.63%, ബജാജ് ഓട്ടോ 1.23%, മാരുതി 1.21%, അൾട്രാസിംകോ 1.16% ആൻഡ് ഏഷർ മോട്ടോഴ്സ് 0.83% ഇടിവുണ്ടായി. നിഫ്റ്റി ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 ഈ ബിഗിനിങ് ഓഫ് ദി ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 23,381 1.52% ലോസാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 627 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,257 കമ്പനികളും റെഡിലാണെന്ന് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇടിവ് വന്നിട്ടുള്ളത് നിഫ്റ്റി റിയാലിറ്റിക്കാണ്. 2.99% കുറവുണ്ടായി. നിഫ്റ്റി ഓട്ടോ ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,112 347 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 325 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 42,596 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6133 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,400 ക്ലോസ് ചെയ്തപ്പോൾ 139 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 21,665 ക്ലോസ് ചെയ്തപ്പോൾ 411 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 256 പോയിൻ്റ് കഴിഞ്ഞ് 54,856 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 835 ക്ലോസ് ചെയ്തപ്പോൾ 226 പോയിൻ്റിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 890 ക്ലോസ് ചെയ്തപ്പോൾ 27 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ എന്ന് 38 പോയിൻ്റ് ഇടിഞ്ഞത് 1583 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി ഇന്ന് 707 പോയിൻറ്റ്സാണ് ഇടിഞ്ഞത് 32,109 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 79 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8,169 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 310 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 13,908 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,370 ക്ലോസ് ചെയ്തപ്പോൾ 181 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. Q3 റിസൾട്ട് നാളെ വരാൻ പ്രതീക്ഷിക്കുന്ന HGG ലിമിറ്റഡ്, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, TV ടുഡേ, ബർജർ പെയിൻറ്റ്സ് എന്നീ കമ്പനികളുടെ Q3 റിസൾട്ടാണ് നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് നാളെ 11 ഫെബ്രുവരിക്കുണ്ട്. US എന്നാണ് വരുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.